ചരിത്രത്തിൽ എന്നും മാറ്റങ്ങൾ മാത്രം ദൃശ്യമായിട്ടുള്ള ചരിത്രമാണ് കോഴിക്കോടിന്റേത്. കരുത്തുറ്റ പോരാട്ടമായിരുന്നു എന്നും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇടത് സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചിട്ടുള്ളത്. കോഴിക്കോടിന്റെ മണ്ഡല ചരിത്രം പരിശോധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും എന്നും ഇടത്തോട്ടായിരുന്നു മണ്ഡലം നിറഞ്ഞു നിന്നത്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചാവാറുണ്ട്. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിരുദ്ധ മുന്നണിക്കായിരുന്നു ജയം. 1951 ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വെല്ലുവിളിയായിരുന്ന കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ മുന്നണി പോരാളി അച്യുത ദാമോദർ മേനോനാണ് പാർലമെന്റിലെത്തിയത്. 1957 KP കുട്ടിക്കൃഷ്ണൻ നായരിലൂടെ കോൺഗ്രസ് നേടി. പിന്നീട് 3 തവണ ലീഗിലൂടെ UDF നിലനിർത്തി. പലതവണ മുന്നണികൾ മാറിയെങ്കിലും ഇമ്പിച്ചി ബാബയിലൂടെ 2 തവണയും ജനതാദൾ സ്ഥാനാർത്ഥി വീരേന്ദ്രകുമാറിലൂടെയും ഇടതുമുന്നണി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 4 തവണ പാർലമെന്റിലെത്തിയിട്ടുണ്ട്. 2009 ശേഷം MK രാഘവനായിരുന്നു തുടർച്ചയായ വിജയം. CH മുഹമ്മദ് കോയ, ഇബ്രാഹിം സുലൈമാൻ സേഠ്, BA സെയ്ദ്, KG അടിയോടി, K മുരളീധരൻ തുടങ്ങിയവരാണ് കോഴിക്കോട് നിന്നും പാർലമെന്റിലെത്തിയ മറ്റ് പ്രമുഖർ. ആകെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോടുള്ളത്. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി മണ്ഡലങ്ങളിൽ കൊടുവള്ളി മാത്രമാണ് നേരിയ ഭൂരിപക്ഷത്തിന് UDFന്റേതായുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിലും ഇടതു സ്ഥാനാർത്ഥികൾക്ക് വൻ ഭൂരിപക്ഷമാണുള്ളത്. നേരത്തെ കോഴിക്കോട് സൗത്ത് മാത്രമായിരുന്നു UDFന്റെ കൈവശം. ഇത്തവണ അതും ഇടതുവശത്തേക്ക് തിരിഞ്ഞു. 4ാം തവണ MK രാഘവൻ തന്നെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും തൊഴിലാളി യൂണിയൻ നേതാവും മികച്ച പാർലമെന്റേറിയനുമായ എളമരം കരീമിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ ഉറച്ചാണ് LDF ഗോദയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കോഴിക്കോടെന്നും ചുവന്ന ഭൂമിയായിരുന്നു. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോഴിക്കോട് ആരോട് ചേർന്ന് നിൽക്കും എന്നുള്ളത് കണ്ടറിയണം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഫിറോഷ് കൂട്ടാലിയുടെക്കൊപ്പം PV ജോഷില.